അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു അലാ നബിയ്യിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സ്നേഹവും ബഹുമാനവുമുള്ള സഹോദരങ്ങളെ, സ്ത്രീകളുടെ പള്ളി പ്രവേശന വിഷയത്തിൽ ഇസ്ലാമിൻ്റെ നിലപാട് പ്രമാണങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് കഴിഞ്ഞ ക്ലിപ്പിലൂടെ നമ്മൾ വിശദീകരിച്ചപ്പോൾ പല സഹോദരങ്ങളും ഉന്നയിച്ച ഒരു ചോദ്യം, ബുയൂത്തുഹുന്ന ഖൈറുല്ലഹുന്ന എന്ന ഒരു പ്രവാചക വചനമില്ലേ എന്നതാണ്. അതേ, ശരിയാണ്. ബുയൂത്തുഹുന്ന ഖൈറുല്ലഹുന്ന, സ്ത്രീകൾക്ക് വീടാണ് ഉത്തമം എന്ന് പറയുന്ന ഒരു പ്രവാചക വചനമുണ്ട്. ആരും അതിനെ നിഷേധിച്ചിട്ടില്ല. പക്ഷേ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങൾ, സമസ്തക്കാർക്ക് ഈ ഹദീസ് ഉദ്ധരിക്കാൻ യാതൊരു വകുപ്പും നമ്മൾ കാണുന്നില്ല. എന്താണ് കാരണം? ഒന്നാമതായി മനസ്സിലാക്കേണ്ടത്, ഇന്ന് സമസ്തക്കാരുടെ മുഴുവൻ സ്ത്രീകളും വീടിന് പുറത്താണ്. ജാറങ്ങളിലേക്കും ഉറൂസുകളിലേക്കും സകല തോന്നിവാസങ്ങളും നടക്കുന്ന നേർച്ചപ്പൂരങ്ങളിലേക്കും ചന്ദനക്കുടങ്ങളിലേക്കും ഈ ഹദീസുമായി വരുന്ന ആളുകളുടെ തന്നെ സ്ത്രീകൾ പുറപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ കാഴ്ചയാണ് ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പോകുക മാത്രമല്ല, ഇസ്ലാം വിലക്കിയ നിലക്ക് അന്യപുരുഷന്മാരുമായി ഇടകലരുകയും കൂടിച്ചേരുകയും ചെയ്യുന്ന വേദനാജനകമായ അവസ്ഥയാണ് ഇന്ന് സമൂഹത്തിൽ നമ്മൾ കാണുന്നത്. സഹോദരങ്ങളെ, അതിൻ്റെ ദൃശ്യങ്ങളാണ് നിങ്ങൾ ഈ കാണുന്നത്. നിങ്ങളൊന്ന് കണ്ടു നോക്കൂ. അപ്പോൾ ഈ നിലക്കുള്ള എല്ലാവിധ കേന്ദ്രങ്ങളിലേക്കും പോകുന്ന ആളുകൾ തന്നെയാണ് ബുയൂത്തുഹുന്ന ഖൈറുല്ലഹുന്ന, സ്ത്രീകൾക്ക് വീടാണ് ഉത്തമം എന്ന് പറഞ്ഞുകൊണ്ട് ഹദീസുമായി വരുന്നത്. ഇത്തരം കേന്ദ്രങ്ങൾക്ക് പുറമെ ഇവർ നടത്തുന്ന മജ്ലിസുന്നൂർ, അതിലേക്ക് ഇവരുടെ തന്നെ സ്ത്രീകൾ പോകുന്നു, അത്തരം കേന്ദ്രങ്ങളിലേക്ക്, അതല്ലെങ്കിൽ അത്തരം പ്രോഗ്രാമുകളിലേക്ക്. മാസാന്തര ഖുർആൻ പഠന ക്ലാസ്സുകൾ അതിൻ്റെ പുറത്തുണ്ട്. മാസാന്തര സ്വലാത്ത് മജ്ലിസുകളുണ്ട്, ദിക്ർ ഹൽക്കകളുണ്ട്, സ്വലാത്ത് വാർഷികങ്ങളുണ്ട്, ആഴ്ചകളിൽ നടക്കുന്ന ഖുർആൻ ക്ലാസ്സുകളുണ്ട്. ഇതിലേക്കൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നു. ഇതിനൊക്കെ പുറമെ ലേഡീസ് ഓൺലി പ്രയർ ഹാളുകളുമുണ്ട്. എന്നിട്ട് ബുയൂത്തുഹുന്ന ഖൈറുല്ലഹുന്ന എന്ന ഹദീസ് ഉദ്ധരിക്കുകയും ചെയ്യുന്നു. എന്തൊരു വിരോധാഭാസമാണിത്! എപ്പോഴാണിത് ഉദ്ധരിക്കുന്നത്? ഇസ്ലാമികമായ മര്യാദയോടുകൂടെ ഒരു സ്ത്രീ, അതല്ലെങ്കിൽ സ്ത്രീകൾ, അവർക്ക് മാത്രം പുരുഷന്മാർ കൂടിക്കലരാത്ത പള്ളിയിൽ അള്ളാഹുവിനെ ആരാധിക്കാൻ വേണ്ടി പോകുന്നത് അനുവദനീയമാണ് എന്ന് പറയുമ്പോഴാണ് ഈ ഹദീസുമായി വരുന്നത്. ഈ ഹദീസ് ഉദ്ധരിക്കാൻ ഇത്തരം ആളുകൾക്ക് എന്തർഹതയാണുള്ളത്? ഒന്ന്. രണ്ടാമതായി, സ്ത്രീകൾക്ക് പള്ളി നിഷിദ്ധമാക്കിയവർക്ക് എങ്ങനെയാണ് പെണ്ണിന് വീടാണോ പള്ളിയാണോ ഉത്തമമെന്ന് ചർച്ച ചെയ്യാൻ കഴിയുക? എങ്ങനെ ചർച്ച ചെയ്യാൻ സാധിക്കും? നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത്, അനുവദനീയമായ കാര്യങ്ങളിൽ മാത്രമേ ഉത്തമം ഏതാണ് എന്ന ചർച്ചയ്ക്ക് തന്നെ പ്രസക്തിയുള്ളൂ, അതല്ലെങ്കിൽ അങ്ങനെയുള്ള ചോദ്യത്തിന് തന്നെ പ്രസക്തിയുള്ളൂ. രണ്ട് കാര്യങ്ങളിൽ ഒരു കാര്യം ഉത്തമമാണെന്ന് പറഞ്ഞാൽ മറ്റേത് ഹറാമാണെന്ന് ഇവർക്ക് എവിടുന്നാണ് കിട്ടിയത്? ഇപ്പം ഞാനൊരു ഉദാഹരണം പറയാം. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇൽബസു മിൻ സിയാബിക്കുമുൽ ബയാൽ ഫഇന്നഹാ മിൻ ഖൈരി സിയാബിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, നിങ്ങൾ നിങ്ങളുടെ വസ്ത്രങ്ങളിൽ നിന്ന് വെള്ള വസ്ത്രങ്ങളാണ് ധരിക്കേണ്ടത്. കാരണം എന്താണ്? ഫഇന്നഹാ മിൻ ഖൈരി സിയാബിക്കും, നിങ്ങളുടെ വസ്ത്രങ്ങളിൽ ഏറ്റവും ഉത്തമമായത് വെള്ള നിറമുള്ള വസ്ത്രങ്ങളാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ വെളുപ്പ് നിറമല്ലാത്ത, അല്ലെങ്കിൽ വെള്ളയല്ലാത്ത മറ്റുള്ള വസ്ത്രങ്ങൾ അത് ഹറാമാണെന്നോ മക്രൂഹാണെന്നോ ആരെങ്കിലും വാദിക്കുമോ? സമസ്തക്കാർക്ക് അങ്ങനെ വാദിക്കാൻ കഴിയുമോ? ആർക്കെങ്കിലും അങ്ങനെ പറയാൻ കഴിയുമോ? അതേപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം ഒന്നാമത്തെ സ്വഫാണ് അവർക്ക് ഉത്തമം എന്ന്. എന്നാൽ പിറകിലുള്ള സ്വഫുകളൊക്കെ ഹറാമാണെന്നോ മക്രൂഹാണെന്നോ അതിൽ നിന്ന് വരുമോ? അങ്ങനെ വാദിക്കാൻ കഴിയുമോ? അപ്പം എന്തൊരു വിരോധാഭാസമാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ബുയൂത്തുഹുന്ന ഖൈറുല്ലഹുന്ന എന്ന് പറയുന്ന, സഹോദരിമാർക്ക്, സ്ത്രീകൾക്ക് അവരുടെ വീടാണ് ഉത്തമം എന്ന് പറയുന്ന ഹദീസ് നമ്മൾ കണ്ടിട്ടുണ്ട്. സ്വഹീഹായ പ്രവാചക വചനമാണ്. എങ്ങനെയാണ് അതിനെ മനസ്സിലാക്കേണ്ടത്? എന്താണ് അതിൻ്റെ ഉദ്ദേശം? ആ വിഷയത്തിലൊന്നും യാതൊരു പ്രശ്നവുമില്ല. നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് നമ്മുടേതായ ഒരു താല്പര്യവുമില്ല. മറിച്ച് ഇസ്ലാമികമായി വിശദീകരിക്കപ്പെട്ട കാര്യങ്ങൾ അത് വളച്ചുകെട്ടില്ലാതെ ജനങ്ങളോട് നമ്മൾ പറയുന്നു. അത് ഇനിയും പറഞ്ഞുകൊണ്ടിരിക്കും. അതിൽ ആർക്കും അസ്വസ്ഥതയുണ്ടായതുകൊണ്ട് ഒരു കാര്യമില്ല.
ബുയൂത്തുഹുന്ന ഖൈറുല്ലഹുന്ന, സ്ത്രീകൾക്ക് വീടാണ് ഉത്തമം എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? പുരുഷന്മാർ പള്ളികളിൽ പോയി നമസ്കരിച്ചാൽ അവർക്ക് കിട്ടുന്ന പ്രതിഫലം സഹോദരിമാരെ സംബന്ധിച്ചിടത്തോളം അവർ വീട്ടിൽ വെച്ച് നമസ്കരിച്ചാൽ അവർക്ക് ലഭിക്കും. അത് ഇസ്ലാം അവരെ ആദരിച്ചതിൻ്റെ അടയാളമാണ്. അവരുടെ ശാരീരിക പ്രകൃതിയും അവരുടെ പ്രതിബന്ധങ്ങളും പരിഗണിച്ചുകൊണ്ട് തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല തൻ്റെ പ്രവാചകനിലൂടെ പഠിപ്പിച്ച കാര്യമാണ് അവർക്ക് ആ പ്രതിഫലം. കാരണം 5 നേരങ്ങളിൽ പള്ളികളിൽ പോയി പുരുഷനെ പോലെ നമസ്കരിക്കാൻ സാധിക്കുക എന്നത് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം പ്രയാസകരമായ കാര്യമാണ്. അത് എല്ലാവർക്കും അറിയാം. അവർക്ക് പ്രതിബന്ധങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് ആ പ്രതിഫലം അവരുടെ വീട്ടിൽ വെച്ച് നമസ്കരിച്ചാൽ അവർക്ക് ലഭിക്കുന്നു. എന്താണ് അതിൽ ഇത്ര പ്രശ്നമുള്ളത്? അത് സഹോദരികളെ ആദരിച്ചതിൻ്റെ അടയാളമാണ്. എന്നാൽ ഒരു സഹോദരി അവൾക്ക് പള്ളിയിലേക്ക് പോകണം, അവൾ പള്ളിയിലേക്ക് നമസ്കരിക്കാൻ പോകാൻ ഉദ്ദേശിക്കുന്നു, അതിനവർക്ക് തടസ്സമുണ്ടോ? തടസ്സമില്ല. ആ സ്വാതന്ത്ര്യവും ഇസ്ലാം അവൾക്ക് നൽകിയിട്ടുണ്ട്. അവൾക്ക് ഉദ്ദേശിക്കുന്നുവെങ്കിൽ പള്ളിയിലേക്ക് പോകാം. അവളെ നിരുത്സാഹപ്പെടുത്തുവാനോ മടക്കി അയക്കുവാനോ പാടില്ലെന്ന് പറയുവാനോ ഒരാൾക്കും അവകാശമില്ല. അതാണല്ലോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. നിങ്ങളിൽ ഒരാൾ ഭർത്താവിനോട് അവരുടെ ഭാര്യ ചോദിക്കുകയാണ്, അനുവാദം ചോദിക്കുന്നു, ഞാൻ പള്ളിയിൽ പോട്ടേക്കാ, ഞാനിന്ന് ഇശാ നമസ്കരിക്കാൻ പള്ളിയിൽ പോകട്ടെ, അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നിസ്കാരത്തിന് ഞാൻ പള്ളിയിൽ പോകട്ടെ എന്ന് ഭർത്താവിനോട് അനുവാദം ചോദിച്ചാൽ ഫലാ യംനഅഹ, അവളെ തടയരുത് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഇമാം ബുഖാരി ഉദ്ധരിച്ച ഹദീസാണ്. വളരെ കൃത്യമാണ്. അപ്പോൾ ഉത്തമമായത് പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം വീടാണ്. എന്നാൽ അവൾക്ക് പള്ളിയിൽ പോകുന്നതിൽ തടസ്സമില്ല. ചുരുക്കി പറഞ്ഞാൽ കോടതിയോ ഭരണകൂടമോ ഇടപെട്ട് പെണ്ണിന് നേടിക്കൊടുക്കേണ്ട ഒരു അവകാശമല്ല പള്ളിയിൽ പ്രവേശിക്കുക എന്ന സംഗതി. അതാണല്ലോ നമ്മളിപ്പോൾ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത്. അത്തരം ഒരു സാഹചര്യത്തിലാണല്ലോ നമ്മളിത് ചർച്ച ചെയ്തത്. അങ്ങനെ നേടിക്കൊടുക്കേണ്ട ഒരു ആവശ്യമില്ല. അള്ളാഹുവും അവൻ്റെ റസൂലും അനുവദിച്ചു കൊടുത്ത ഒരു അവകാശമാണത്. അവൾക്ക് പോകുന്നതിൽ യാതൊരു വിരോധവുമില്ല, അനുവദനീയമാണ്, അനുവദിക്കപ്പെട്ട സംഗതിയാണ്, ഒരു മക്റൂഹ് പോലുമില്ല. എന്നാൽ ഈ ബുയൂത്തുഹുന്ന ഖൈറുല്ലഹുന്ന എന്ന് പറയുന്ന ആ ഹദീസ് ഉദ്ധരിക്കുന്ന ആളുകൾ തന്നെ പെണ്ണിന് പള്ളി നിഷിദ്ധമാണെന്ന് പറയുകയും ചെയ്യുന്നു. അതിന് തെളിവുകളില്ല എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ കൃത്യമായ കാര്യങ്ങൾ വകതിരിവോടുകൂടെ നമ്മൾ മനസ്സിലാക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യുക. ഇത് നമ്മൾ മാത്രം, സലഫികൾ മാത്രം പറയുന്ന കാര്യമല്ല. ചില ആളുകൾ അങ്ങനെ പറയാറുണ്ട്, ഇതൊക്കെ നമ്മുടെ അവകാശവാദങ്ങളാണ്, നമ്മുടെ വിശദീകരണങ്ങളാണ് എന്ന്. അല്ല, ഷാഫിഈ മദ്ഹബിലെ തന്നെ വളരെ ആധികാരികമായ പണ്ഡിതന്മാർ, അഇമ്മത്തുകൾ ഈ കാര്യം വിശദീകരിച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ്, അള്ളാഹുവിൻ്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ അടുത്ത ക്ലിപ്പിൽ നമുക്ക് പണ്ഡിതന്മാർ, ഇമാമുകൾ ഈ വിഷയത്തിൽ അവരുടെ നിലപാടെന്താണ് എന്ന് മനസ്സിലാക്കാവുന്നതാണ്. സത്യം സത്യമായി ഗ്രഹിക്കാൻ അള്ളാഹു എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.